ടൈം പോവാ. അതെന്താ? സോ ആസ് യു ക്യാൻ സീ ദിസ്, ഇതൊരു ഫോഗോ മറ്റേതോ ഒന്നും അല്ല, ഇത് പൊല്യൂഷനാണ്, സ്മോഗാണ്. ഫുൾ ഡൽഹിയിൽ ഇങ്ങനെ തന്നെയായിരുന്നു. ഞാൻ എപ്പോഴായിരുന്നു ഇത് പോയത്? ലാസ്റ്റ് ഒക്ടോബർ ടൈമാണ് തോന്നുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ബാർബിക്യൂവിൽ എത്തിയിരിക്കുന്നു. ഫസ്റ്റ് പാനിപൂരി അവർ സ്റ്റാർട്ടേഴ്സാണ് ഫസ്റ്റ് തന്നെ. എനിക്കറിയില്ലായിരുന്നു, എൻ്റെ ഫസ്റ്റ് ടൈം അല്ല. അവർ സ്റ്റാർട്ടേഴ്സ് തന്നിട്ട് ഫുള്ള് നമ്മളെ വയറ് നിറച്ചിട്ട് അപ്പോൾ നമ്മൾ മെയിൻ കോഴ്സ് കുറവല്ലേ എത്തുന്നത്. അതാണ് ഇവരുടെ സ്ട്രാറ്റജി എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഫസ്റ്റ് നമുക്ക് പാനിപൂരി തന്ന്, പിന്നെ എന്തൊക്കെയോ കുറേ ചാട്ട്സ്. എനിക്കാണെങ്കിൽ നോർത്തിൻ്റെ ഫുഡ് ഭയങ്കര ഇഷ്ടമായി, അതിനോട് ഞാൻ ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ പ്രോൺസ് ഒക്കെ ഉണ്ടായിരുന്നു, കോൺ പ്രോൺസ്, ഭേൽ പൂരി, പാനിപൂരി, പാപ്പടി ചാട്ട്, പിന്നെ ചിക്കൻ ഞാൻ കഴിക്കൂല. അപ്പോൾ എന്തൊക്കെയൊക്കെയോ വേറെ കാര്യങ്ങൾ. സോ നമ്മൾ ഫുഡിനാ കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലേ. പാപ്പടി ചാട്ടും പ്രോൺസ്. നെക്സ്റ്റ് ടൈം വേറെ എന്തെങ്കിലും വരുമ്പം ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് നമ്മൾ മിൽക്ക് ഷേക്ക് വാങ്ങി, സ്ട്രോബെറി ആൻഡ് ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക്. പിന്നെ കുറേ ഇങ്ങനെ ഫുള്ള് തീർത്തിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ടേഴ്സ് കഴിച്ചിട്ടുള്ളൂ ആൻഡ് വി ആർ ഫുൾ. മെയിൻ കോഴ്സ് കഴിക്കേണ്ട സ്ഥലം തന്നെ ഇല്ല തോന്നുന്നു. I'm full, I'm completely full. Now it's time for some dessert. ബ്രൗണിയും ഞാൻ കേക്ക് കഴിച്ചിട്ടാണ് എനിക്ക് ഓർമ്മ വന്നത് റെക്കോർഡ് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷോപ്പിങ്ങിനും പോയി, അതും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല. എനിക്ക് കുറച്ചുകൂടി ലേൺ ചെയ്യേണ്ടതുണ്ട്. സോ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വി ആർ ഓൾ ടയേർഡ് ആൻഡ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇനി ഡേ സെക്കൻഡ് ഇൻ ഡൽഹി. വി ആർ ഗോയിങ് ടു ബഞ്ചാര മാർക്കറ്റ് ഫോർ സം ഹോം ഡെക്കോർ ഷോപ്പിംഗ്. അപ്പം ഇവിടെ തണുപ്പൊന്നുമില്ല, എന്നാലും പിന്നെ ഞാൻ പൊല്യൂഷൻ കാണിച്ചിട്ട് നിങ്ങളെ ബോറാക്കുന്നില്ല. ഇനി ഞാൻ ബഞ്ചാര മാർക്കറ്റ് എത്തിയിട്ട് കാണിച്ചു തരാം. ബൈ. ബഞ്ചാര മാർക്കറ്റ് ആദ്യം നമ്മൾ പോയപ്പോൾ 2 പ്രാവശ്യം വേറെ സ്ഥലത്ത്. ഇനിയിപ്പോൾ അവർ സ്ഥലം മാറ്റി, എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ എവിടെയോ ഒരു നാട്ടിലുള്ളിൽ പോയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. അത് ദൂരെ നിന്ന് കാണുന്നില്ല. എത്ര കാർസ്, ഡൽഹിൻ്റെ എല്ലാ ആൾക്കാരും ഇവിടെയാണ് വരുന്നത് തോന്നുന്നു. പിന്നെ എനിക്ക് കൂടുതൽ ഡ്രസ്സ് ഷോപ്പിംഗ് ചെയ്യുന്നതോടും ഇഷ്ടം എനിക്ക് വീട്ടിലെ ലൈക്ക് ഡെക്കോർ കുറേ ഷോപ്പ് ചെയ്യുന്നതാണ് ഇഷ്ടം. അതിനോണ്ട് ഇവിടെ വന്നാൽ കുറേ എൻ്റെ പൈസ പൊട്ടലുണ്ട്. പക്ഷേ സാരമില്ല, നമുക്ക് നല്ല നല്ല സാധനങ്ങൾ കിട്ടും. ക്യാഷ് എടുത്തിട്ടാണ് ഇറങ്ങിയത്. ഞാൻ ആദ്യം ബഡ്ജറ്റ് വെച്ചതായിരുന്നു ഇത്രേ വാങ്ങുള്ളൂ. പക്ഷേ അത് കണ്ടിട്ട് എൻ്റെ കൺട്രോൾ വിട്ടിട്ട് ഞാൻ കുറേ വാങ്ങി. പക്ഷെ ഞാൻ പിന്നെയും മറന്നുപോയി റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഞാൻ വാങ്ങിയത്. എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഞാൻ നാട്ടിലല്ല, വീട്ടിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയത്. കുറേ സാധനം കുറേ മിനിമൽ റേറ്റിൽ ബാർഗെയിൻ ചെയ്യുക പറഞ്ഞാൽ പിന്നെ സെറ്റ്. അത് ബഞ്ചാര മാർക്കറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഗുഡ്ഗാവിൻ്റെ ലിക്കർ ഷോപ്പിൽ പോയി. അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു വീട്ടിലെ പാർട്ടിക്ക് വേണ്ടിയിട്ട്. കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു ഇവിടെ. ഇതിന് എന്തായിരുന്നു പറയുക, L1 ഷോപ്പോ അങ്ങനെ എന്തായിരുന്നു. പിന്നെ 5-6 കുപ്പി വാങ്ങി. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെ ക്യാൻറ്റീനിൽ കുറേ വെറൈറ്റി ഇല്ല, കുറച്ചുള്ളിലോട്ടാണ്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അത് ഷോർട്സ് ടൈപ്പ് വീഡിയോയിലെടുത്തത്. അത് ഇതിലിട്ടാൽ രസം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ രാജസ്ഥാനിലേക്ക് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വീട് എത്താനായി. എനിക്ക് ഫുള്ളായിട്ട് കാണിച്ചു തരാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരു റോഡിൻ്റെ കുറേ ഉള്ളിലോട്ട് പോയാലാണ് എത്തുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു നാട്ടുപ്രദേശം ആണ്. എന്നാൽ ശരി, ഓക്കെ, ബൈ.